ഹായ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതിൽ എങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം, എങ്ങനെയാണ് അതിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബിടെക് മാത്തമാറ്റിക്സ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ PDF എന്താ നോക്കാം നമുക്ക്. ഒരു എക്സ് എന്ന് പറഞ്ഞ റാൻഡം വാരിയബിൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യണം എന്ന് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയണമെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ f(x) ഇങ്ങനെ ആയിരിക്കണം: 1/√2π സിഗ്മ ഇൻറ്റു e⁻⁻ x minus mu the whole square by 2 sigma square. ഇങ്ങനെ ആയിരിക്കണം. -∞ less than x less than infinity ആയിരിക്കണം അതിന്റെ PDF. ഇങ്ങനെ PDF വരുന്ന ഡിസ്ട്രിബ്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നുണ്ടെങ്കിലും കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ ഈ ഒരു PDF വെച്ചിട്ടുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷനിലല്ല ചെയ്യുന്നത്. ഇതിന് വ്യത്യാസപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അത് വെച്ചാണ് നമ്മൾ കൂടുതലും പ്രോബ്ലംസ് ചെയ്യുന്നത്. എന്തായാലും നമ്മളിത് മനസ്സിലാക്കി വെക്കാം. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ PDF ഇതാണ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. ഇതിന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് മ്യൂ ആൻഡ് സിഗ്മ. നമ്മൾ പറയുന്നത് സാധാരണ രീതിയിൽ പറയാറുള്ളത് എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് മ്യൂ ആൻഡ് സിഗ്മ എന്നാണ് പറയാറുള്ളത്. മ്യൂ എന്ന് പറഞ്ഞത് എക്സിന്റെ മീൻ ആവറേജ് ആൻഡ് സിഗ്മ ഇസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വയ്ക്കുക നിങ്ങൾ. എക്സ് ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് മ്യൂ ആൻഡ് സിഗ്മ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ദെൻ ഇതിന്റെ ഒരു പ്രോബബിലിറ്റി കർവ് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി കർവ് എന്ന് പറയുന്നത് -∞ മുതൽ +∞ വരെയുള്ള എല്ലാ വാല്യൂസിനും ഇതിന്റെ ഒരു കർവ് ഇങ്ങനെയായിരിക്കും ഏകദേശം. ഇതിനെ നമ്മൾ വെൽ ഷേപ്ഡ് കർവ് എന്നാണ് പറയാം. ഇവിടെ ഈ നടുക്ക് കാണുന്ന പോയിന്റ് മ്യൂ ആണ്. ഓക്കെ, ഇവിടെ x മ്യൂ ആണ് വരിക. ഇത് ഈ ഒരു ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയാ, ബെൽ ഷേപ്ഡ് കർവ് എന്ന് പറയാ. അപ്പൊ ഇതിന്റെ നോർമൽ പ്രോബബിലിറ്റി, ഈ കാണുന്ന പ്രോബബിലിറ്റി ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ഓക്കെ, ഈ കാണുന്നതാണ് പ്രോബബിലിറ്റി കർവ് എന്ന് പറയുന്നത്. -∞ മുതൽ +∞ വരെ x മ്യൂ ആണ് ഈ ഒരു പോയിന്റ്. അവിടെയാണ് എക്സ്ട്രീം പ്രോബബിലിറ്റി വാല്യൂ എക്സിസ്റ്റ് ചെയ്യുക. അപ്പൊ ഇതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ ഈ ഒരു സെക്ഷനിലാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പോ ഒരു റാൻഡം വാരിയബിൾ എക്സ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന റാൻഡം വാരിയബിൾ ആണെങ്കിൽ അതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് z എന്ന് പറയുന്ന വാരിയബിൾ ആണ്. ആൻഡ് z ഈസ് x മൈനസ് മ്യൂ ബൈ സിഗ്മ എന്നുള്ളതാണ് z ആയിട്ട് മാറുക. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു റാൻഡം വാരിയബിൾ എക്സ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ അതിനെ നമുക്ക് എന്തിലേക്ക് മാറ്റാം, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഇങ്ങനെ എഴുതിയിട്ട് മാറ്റാൻ പറ്റും. ഇനി സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പറയുന്നത് ഒരു z എന്ന് പറയുന്ന റാൻഡം വാരിയബിൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ PDF f(z) നമുക്ക് പറയാം. ഇറ്റ് മസ്റ്റ് ബി 1/√2π e⁻z² ആയിരിക്കും അതിന്റെ PDF എന്ന് പറയുന്നത്. -∞ less than z less than infinity ആയിരിക്കും. അതായത് ഇവിടെ പറയുന്നത് ഈ z എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഒരു നോർമൽ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആവണമെങ്കിൽ അതിന്റെ മ്യൂ എന്ന് പറയുന്നത് 0യും സിഗ്മ എന്ന് പറയുന്നത് എന്തുമായിരിക്കും, 1ഉം ആയിരിക്കും എന്നാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മ്യൂ ഇസ് 0 ആൻഡ് സിഗ്മ ഇസ് 1. ഇവിടെയും നമുക്ക് കിട്ടുന്നത് ഒരു ബെൽ ഷേപ്ഡ് കർവ് തന്നെയാണ്. അപ്പോ ഇതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറയുമ്പോൾ നമ്മൾ ബെൽ ഷേപ്ഡ് കർവ് തന്നെയാണ് വരയ്ക്കാം. അതുപോലുള്ള ഒരു കർവാണ് നമ്മൾ വരയ്ക്കാം. ഇവിടെ z 0 എന്നുള്ള പോയിന്റിലാണ് മാക്സിമം, അതായത് മ്യൂ ആണ് നേരത്തെ പറഞ്ഞ എക്സ്പ്രഷനിൽ വലുത് വന്നിരുന്നത്. ഇവിടെ അത് z ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ -∞ മുതൽ +∞ വരെയുള്ള ഒരു ബെൽ ഷേപ്ഡ് കർവ് നമുക്ക് ഇതിൽ കിട്ടും. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ
PDF നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കാം. f of z is equal to 1 by root 2 pi e raised to minus z square by 2 minus infinity less than infinity. Okay, then ഇതിനകത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ പ്രോബബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്തായിരിക്കും? 1 ആയിരിക്കും എന്ന് നമുക്കറിയാം അല്ലെ. അതായത് ടോട്ടൽ പ്രോബബിലിറ്റി നമ്മളിങ്ങനെ ബെൽ ഷേപ്ഡ് കർവ് ഒക്കെ വരയ്ക്കുവാണെങ്കിൽ ഇതിനകത്ത് വരുന്ന ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, ഈ കാണുന്ന കംപ്ലീറ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? എപ്പോഴും 1 ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദ കർവ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കാം. അതായത് ഇപ്പോ എഫ് ഓഫ് ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി നമ്മൾ പറയാൻ വിചാരിക്കും എഫ് ഓഫ് സം സെഡ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പി ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ്. സപ്പോസ് സെഡ് സ്റ്റാർ എടുത്തോളൂ നമ്മൾ, സെഡ് സ്റ്റാർ പി ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് സ്റ്റാർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇവിടെ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ ഒരു ബെൽ ഷേപ്ഡ് കർവ് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ഈ പോയിന്റിൽ 0 വരുന്നുണ്ട്. ഇപ്പൊ സപ്പോസ് സെഡ് സ്റ്റാർ എന്ന് പറയുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കും. അപ്പോൾ എന്താണ് ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി നമ്മൾ പറയേണ്ടത്? ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിനകത്ത് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി മുതൽ സെഡ് സ്റ്റാർ വരെയുള്ള ടോട്ടൽ പ്രോബബിലിറ്റി ആണ് നമ്മളോട് പറയേണ്ടത് അല്ലെ. ഓക്കെ, ഇതാണ് സെഡ് സ്റ്റാർ എന്ന് പറയുന്നത് ടോട്ടൽ പ്രോബബിലിറ്റി. അപ്പൊ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ടോട്ടൽ ബെൽ ഷേപ്ഡ് കർവിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അവിടെ ഈ ഒരു പോയിന്റ് z ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ് ഇതിനെ സിമെട്രിക് ആയിട്ട് 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കും. അതായത് ഈ പോർഷനിൽ 0.5 ആയിരിക്കും ഇതിന്റെ പ്രോബബിലിറ്റി, ഈ പോർഷനിൽ 0.5 ഹാഫ് ആയിരിക്കും, പകുതി ആയിരിക്കും ഇതിന്റെ പ്രോബബിലിറ്റി വരിക. അപ്പോ മൈനസ് ഇൻഫിനിറ്റി ടു 0 പ്രോബബിലിറ്റി 0.5 0 ടു ഇൻഫിനിറ്റി പ്രോബബിലിറ്റി 0.5 ആയിരിക്കും. ടോട്ടൽ ആണ് പ്രോബബിലിറ്റി എന്ത് വരിക? 1 വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഈ മൈനസ് ഇൻഫിനിറ്റി മുതൽ സെഡ് സ്റ്റാർ വരെയുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും വരിക? ഇതുവരെയുള്ള പ്രോബബിലിറ്റി 0.5 ആണ്. 0.5 പ്ലസ് z0 ടു സെഡ് സ്റ്റാർ എന്ന് പറഞ്ഞ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ആണ്. ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ഒന്നും നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ ഇതിനകത്ത് പ്രോബബിലിറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ പ്രോബബിലിറ്റീസ് എല്ലാം. ഇനി ഇവിടുത്തെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഈ ഒരു കർവിന്റെ ഏരിയ അണ്ടർ ദ കർവ് ആണ് ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏരിയ, ടോട്ടൽ ഏരിയ വരുന്നത് 1 ആയിരിക്കും. അപ്പോൾ അത് തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ നിങ്ങൾ വാങ്ങിച്ചു വെക്കുക. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഏതെങ്കിലും ടേബിൾ ആയാലും മതി. ഇതാണ് കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു ടേബിളിനകത്ത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിലാണ് നമ്മൾ ഇതിലെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഏരിയ അണ്ടർ ദ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ടേബിൾ കാണാം. ഇതുപോലൊരു ടേബിൾ കാണാം. ഈ ടേബിളിനകത്താണ് നമ്മൾ ഇതിനകത്തുള്ള വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ 2 വാല്യൂസ് നിങ്ങൾക്ക് കാണാം. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് ഈ സൈഡില് സെഡിന്റെ വാല്യൂസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? ആൻഡ് ഇവിടെ പോയിന്റ്, ഇത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നാണ് പറയാ. 0, 0.01 അങ്ങനെ 0.02 എന്ന് പറഞ്ഞ് 0.09 വരെയുള്ള വാല്യൂസ് ഈ മുകളിലും കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ടേബിൾ നോക്കിയിട്ടാണ് ഇതിന്റെ വാല്യൂസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആണെങ്കിൽ, പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ഇത് സിമെട്രിക് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു ഏരിയ ആൻഡ് ഈ ഒരു ഏരിയ സെയിം ആണ്. ഇത് 0.5 ആണ്, ഇതും 0.5 ആണ്. അപ്പൊ പോസിറ്റീവ് വാല്യൂസ് മാത്രമാണ് നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് കിട്ടുക. പോസിറ്റീവിന്റെ വാല്യൂ തന്നെയാണ് നെഗറ്റീവിന്റെയും വാല്യൂ വരിക. ഏരിയ സെയിം ആയിട്ടാണ് വരിക. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ Z1 വരെയുള്ള വാല്യൂ പോസിറ്റീവ് ആയിട്ടുള്ള ഈ Z1 വരെയുള്ള വാല്യൂ, ഈ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം വിചാരിക്കുക. 0 ലെസ് ദാൻ Z ലെസ് ദാൻ Z1. ഈ ഒരു ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ, ഈ ഒരു പ്രോബബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഏരിയ അണ്ടർ ദ കർവ്, ഇതാണ് ആ റീജിയൻ എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു റീജിയൻ കാൽക്കുലേറ്റ് ചെയ്താൽ മതിയല്ലോ. ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഡയറക്റ്റ് ആയിട്ട് ഈ ടേബിളിൽ നിന്ന് കിട്ടും. സപ്പോസ് നമ്മുടെ വാല്യൂ, ഈ Z1ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 0.25 ആണെന്ന് വിചാരിക്കും, ഓർ 256 ആണെന്ന് വിചാരിക്കും. ഓക്കെ, 0.256. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്
P of 0 less than Z less than 0.256 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 256 വരെയുള്ള പ്രോബിലിറ്റി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഈ ടേബിൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ സൈഡിൽ കാണിക്കാം. ഈ ടേബിളിലെ Z വാല്യൂസ് നോക്കാം. ആ Z വാല്യൂസിൽ 0.25 നോക്കാം. നിങ്ങൾ 0.2 നോക്കാം. Z വാല്യൂ 0.2 നോക്കാം. അപ്പൊ 0.2ല് പിന്നെ വേണ്ടത് 56 ആണ് അല്ലെ. അപ്പോ 0.2 0.5 എന്നുള്ള വാല്യൂ നോക്കാം. 0.2 0.5 എന്നുള്ള വാല്യൂ 0.2 എന്ന് പറഞ്ഞാൽ ആ റോയിൽ തന്നെ 0.5 എന്ന് പറയുന്ന വാല്യൂ നോക്കാം. 6 നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. 5 6 ആകുമ്പോൾ ഈ ഒരു 0.25 ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. 0.25 ആ 0.25ന്റെ വാല്യൂ എടുക്കുക. 0.25ന്റെ വാല്യൂ 0.0987 ആണ് വാല്യൂ വരുന്നത്. ഇനി അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ 256 ആണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത് 25 ഇപ്പോൾ 0.25 എന്നുള്ളത് 26 ആയിട്ട് എടുക്കാന്ന് വിചാരിക്കുക. അതിന്റെ രണ്ടിനും കൂടെ ആവറേജ് എടുത്താലും മതി. അങ്ങനെയും നമ്മൾ ചിലപ്പോൾ ചെയ്യാറുണ്ട്. എനിവേ ഇത്രയും എടുത്താലും നമുക്ക് ആൻസർ കിട്ടും കറക്റ്റ് ആയിട്ട്. അപ്പം 0.25 ആൻഡ് 256 അതിന്റെ രണ്ടിനും കൂടെ ആവറേജ് എടുത്താലും മതി. ഓർ അതർവൈസ് 0.25ന്റെ വാല്യൂ തന്നെ നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇത് തന്നെ മൈനസിലേക്ക് പോവുകയാണെങ്കിൽ മൈനസിലേക്കാണ് പോകുന്നെങ്കിൽ ഇപ്പൊ നെഗറ്റീവ് സൈഡിലേക്കാണ് 0.25 നെഗറ്റീവ് 0.25 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 0 ലെസ് ദാൻ Z ലെസ് ദാൻ -2.5 ഇങ്ങനെ എഴുതാൻ പറ്റില്ല. നേരെ തിരിച്ചാണ് നമ്മൾ എഴുതുന്നത്. എങ്ങനെ വരും? -0.25 ലെസ് ദാൻ Z ലെസ് ദാൻ 0. ഈ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്താണ്? ഇതേപോലെ തന്നെ ഈ ഒരു ഏരിയ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക. സെയിം നമുക്ക് ടേബിൾ നോക്കിയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. ഈ ഒരു വാല്യൂ തന്നെ ആയിരിക്കും, ഈ ഒരു ഏരിയ തന്നെ ആയിരിക്കും പുറത്തും ഉണ്ടാവുക. അപ്പൊ ഇത് തന്നെയാണ്, ഇതിന്റെ വാല്യൂ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇൻ ബിറ്റ്വീൻ സപ്പോസ് 1.2 ലെസ് ദാൻ 1.25 ലെസ് ദാൻ Z ലെസ് ദാൻ 2.56 ഇങ്ങനെ ഒരു വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. 1.25ന്റെ 2.56ന്റെ ഇടയിലുള്ള ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പൊ സപ്പോസ് നമുക്ക് 1.25 ഏകദേശം ഇവിടെ വരയ്ക്കാം. സപ്പോസ് ദിസ് ഇസ് 1.25. ഇവിടെയാണ് 2.56 വരുന്നത് വിചാരിക്കാം. അപ്പൊ ഈ ഒരു ഏരിയ അല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഇൻ ബിറ്റ്വീന്റെ ഏരിയ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതില് 0 മുതൽ 2.56 വരെയുള്ള ഏരിയ ടേബിൾ നോക്കി കണ്ടുപിടിക്കുക. ഇവിടെ മുതൽ ഇതുവരെയുള്ള ഏരിയ ടേബിൾ നോക്കി കണ്ടുപിടിക്കുക. ഓക്കെ, ദെൻ അടുത്തത് 0 മുതൽ 1.25 വരെയുള്ള ഏരിയയും ടേബിൾ നോക്കി കണ്ടുപിടിക്കുക. ആ രണ്ട് ഏരിയയും കൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? നമുക്ക് റിക്വയർഡ് ഏരിയ കിട്ടി. ഇപ്പോ അതായത് ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 0 ലെസ് ദാൻ Z ലെസ് ദാൻ 2.56 ഏരിയ എടുക്കുക, മൈനസ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ 1.25 ദാറ്റ് ഈസ് ഈക്വൽ ടു ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് 2.56ന്റെ ഏരിയ എന്ന് പറയുമ്പോൾ 2.5ല് 6 നോക്കിയാൽ മതി. 2.5ല് 6 2.56 എന്ന് പറയുമ്പോൾ 0.4948 ആണ് വരിക. 0.4948 വരും. മൈനസ് ഇനി അടുത്തത് 1.25 വരുമ്പോൾ 1.2ല് 5 നോക്കിയാൽ മതി. 1.2ല് 5 1.2ല് 5 എന്ന് പറയുമ്പോൾ 0.3944 വരും. ഓക്കെ, ഇതാണ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ റിക്വയർഡ് ഏരിയ അല്ലെങ്കിൽ റിക്വയർഡ് പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി സപ്പോസ് നമുക്ക് Z ലെസ് ദാൻ 2.56 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് വിചാരിക്കുക. Z ലെസ് ദാൻ 2.56 താഴെ വരുന്ന ഏരിയ മൊത്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ 2.56 താഴെ വരുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ഇത് മൊത്തം വരില്ലേ അല്ലെ? അപ്പൊ ഇവിടെ ഇതുവരെയുള്ള ഏരിയ എന്താണ്? 0.5 ആണ്. മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ 0.5 ആണ്. പ്ലസ് 0 മുതൽ 2.5 വരെയുള്ള ഏരിയ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഈ ഒരു ഏരിയയുടെ കൂടെ ഇതാണ് 2.56 വരെയുള്ള ഏരിയ 0 മുതൽ, അതിന്റെ കൂടെ 0.5 കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള റിക്വയർഡ് ഏരിയ
റിക്വയർഡ് പ്രോബബിലിറ്റി നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെ ഏകദേശം ഒരു ഐഡിയ വെച്ച് നിങ്ങൾ ഇതിലെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലംസ് നമുക്ക് ചെയ്തു നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനാണ്. റാൻഡം വാരിയബിൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി ബിറ്റ്വീൻ 0.87 ആൻഡ് 1.25. 0.87 മുതൽ 1.25 വരെയുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഈ ഒരു പിക്ചർ ഇവിടെ വരച്ചാല് ഇങ്ങനെ പിക്ചർ വരച്ചു കഴിഞ്ഞാല് 0.87 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും 0.87, പിന്നെ ബാലൻസ് വരെ 1.28 ആണ്. അപ്പോ പ്രോബബിലിറ്റി ബിറ്റ്വീൻ പി ഓഫ് 0.87 ലെസ് ദാൻ z ലെസ് ദാൻ 1.28 എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? 0 മുതൽ 1.28 വരെയുള്ള ഏരിയ പി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 1.28 ഇത് ടേബിളിൽ നിന്ന് അങ്ങനെ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. മൈനസ് പി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 0.87 ഈ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ മതി. 1.28 വരെയുള്ള ഏരിയ കണ്ടുപിടിക്കുക ആദ്യം. അതിന്ന് 0.87 വരെയുള്ള ഏരിയ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ you will get this area. Okay. അപ്പൊ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. 1.28 ഏരിയ നമ്മൾ ടേബിൾ നോക്കി കാൽക്കുലേറ്റ് ചെയ്യാം. 1.2 8 is 0.3997 ആണ് 1.28 ഏരിയ വരുന്നത്. ദെൻ 0.87 ഏരിയ 0.8 7 നോക്കുക. 0.8 7 0.3078 ഇങ്ങനെയാണ് ഈ ഒരു ഏരിയ ടോട്ടൽ നമ്മുടെ ടേബിൾ നോക്കി കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്നത്. ഇത് രണ്ടും കൂടെ അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടാം? 0.0919 കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു ഏരിയ ഇൻ ബിറ്റ്വീൻ 0.87 ആൻഡ് 1.28 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടാം. ഇനി അടുത്തത് ബിറ്റ്വീൻ -0.34 ആൻഡ് 0.62. അപ്പോ നമുക്ക് ഒരു ഫിഗർ ഇവിടെ വരച്ചത് ഇവിടെയാണ് -0.34, ഇവിടെയാണ് 0.62 എന്ന് വിചാരിക്കൂ. 0.62 ഈ ഒരു ഏരിയ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പോ ഇത് രണ്ട് സൈഡിലേക്കാണ് ഏരിയ. അപ്പൊ നമ്മളിത് ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇവിടെ മുതൽ ഇതുവരെയുള്ള ഏരിയ 0 വരെയുള്ള ഏരിയ പ്ലസ് 0 മുതൽ 0.62 വരെയുള്ള ഏരിയ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പി ഓഫ് 0 - 0.34 ലെസ് ദാൻ z ലെസ് ദാൻ 0.62 ഈ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 0 മുതൽ 0.34 വരെയുള്ള ഏരിയ അത് പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ എടുത്താലും നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ എടുത്താലും ഏരിയ ഒന്നാണ്. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടേബിളിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 0 ലെസ് ദാൻ z ലെസ് ദാൻ 0.34 എന്നുള്ള ഏരിയ ആണ്. ശരിക്കും ഇത് മൈനസിന്റെ ഏരിയ ആണ്. പക്ഷെ നമ്മളിപ്പോ പറയുന്നത് പോസിറ്റീവിന്റെ ഏരിയ ആണ്. രണ്ട് ഏരിയ ഒന്നായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പ്ലസ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 0.62 ഈ രണ്ട് ഏരിയ കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. 0.34ന്റെ ഏരിയ നോക്കൂ. 0.3 4 നോക്കിയാൽ മതി. 0.3 4 ഏരിയ വരുന്നത് 0.1331 ആണ് ഏരിയ വരിക. പ്ലസ് പിന്നെ 0.62 ഏരിയ 0.6 2 നോക്കുക. 0.6 2 പറയുമ്പോൾ 2324 0.2324 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്വയർഡ് ഏരിയ കിട്ടും. ഏരിയ വരുന്നത് 0.6536 0.3655 എന്നാണ്. 0.3655 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഏരിയ ഈ പ്രോബബിലിറ്റി. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഗ്രേറ്റർ ദാൻ 0.85. ആ ഗ്രേറ്റർ ദാൻ 0.85 കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി നോക്കൂ. 0.85 വലുതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഫിഗർ ജസ്റ്റ് ഒന്ന് വരച്ചാൽ സപ്പോസ് ഇതാണ് 0.85 എന്ന് വിചാരിക്കും. 0.85 ഇതിനേക്കാൾ വലിയ ഏരിയ എന്ന് പറയുമ്പോൾ അപ് ടു ഇൻഫിനിറ്റി വരെ വരും. അപ്പൊ നമ്മൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? പി ഓഫ് 0 z ഗ്രേറ്റർ ദാൻ 0.85 ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ ഈ ടോട്ടൽ ഏരിയയിൽ നിന്ന് ഈ ടോട്ടൽ ഏരിയ പറഞ്ഞാൽ 0.5 ആണ് അല്ലെ. 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ 0.5 ആണ്. ആ 0.5ൽ നിന്ന് ഈ ഏരിയ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയ കിട്ടില്ലേ. അപ്പൊ അതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു 0.5 മൈനസ് അങ്ങനെ എടുത്താൽ മതി. 0.5 മൈനസ് പി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 0.85
ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 മൈനസ് 0.85 ഏരിയ നമ്മൾ ടേബിൾ നോക്കിയിട്ട് കണ്ടുപിടിക്കുക. 0.85 ഏരിയ എത്ര വരിക? 0.8 5 നോക്കാം. 0.8 5 പറയുമ്പോൾ 3023 ആണ് വരിക. 0.3023 വരും. ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഏരിയ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0.85 കിട്ടും. ഇറ്റ് ഈസ് 0.1977 എന്ന് പറഞ്ഞ ഏരിയയാണ് നമുക്ക് കിട്ടുക. ഗ്രേറ്റർ ദാൻ 0.85. ഇനി ഗ്രേറ്റർ ദാൻ -65 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അത് നോക്കുക. നമുക്ക് ഇവിടെ നമുക്ക് ആ ടേബിൾ ഒന്ന് വരയ്ക്കാം, ഫിഗർ ഒന്ന് വരയ്ക്കാം. സപ്പോസ് ഇത് 0, ഇതാണ് -0.65 എന്ന് വിചാരിക്കാം. ഇതിനേക്കാളും വലിയ ഏരിയ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇൻഫിനിറ്റി വരെയുള്ള ഏരിയ ആണ് വരിക അല്ലെ. ദാറ്റ് ഈസ് P ഓഫ് Z ഗ്രേറ്റർ ദാൻ -0.65. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഈ ഒരു ഏരിയ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 0 to ഇൻഫിനിറ്റി പറയുമ്പോൾ എത്രയാണ് ഏരിയ വരിക? 0.5 ആണ്. 0.5 പ്ലസ് ഈ ഒരു ഏരിയ നമ്മൾ ആഡ് ചെയ്താൽ മതി. അതായത് 0 ലെസ് ദാൻ Z ലെസ് ദാൻ 0.65. എന്തുകൊണ്ടാണ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ 0.65 എടുത്തെന്ന് മനസ്സിലായോ? ഇത് പോസിറ്റീവ് ഏരിയ ആണ്. നമുക്ക് വേണ്ടത് നെഗറ്റീവ് സൈഡിലേക്ക് രണ്ടും ഒരേ ഏരിയ ആയതുകൊണ്ടാണ് നമുക്ക് പോസിറ്റീവിന്റെ വാല്യൂ എടുത്തത്. പോസിറ്റീവിന്റെ വാല്യൂ ആണ് നമുക്ക് എവിടെ നിന്ന് കിട്ടുക? ടേബിൾ നോക്കിയാൽ കിട്ടാം. ഇനി 0.65 വരെയുള്ള ഏരിയ നിങ്ങൾ ടേബിൾ നോക്കി കണ്ടുപിടിക്കുക. 0.6 5 നോക്കുക. 0.2422. ദിസ് ഇസ് ഈക്വൽ ടു 0.5 പ്ലസ് 0.2422. എത്ര വരും? 0.7 വരും അല്ലെ. 0.7422 എന്ന് പറഞ്ഞ ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുക. അപ്പോൾ ഏരിയ ഓർ പ്രോബബിലിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫ്രം ദ ടേബിൾ നമ്മൾ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഗിവൺ എ റാൻഡം വേരിയബിൾ ഹാവിംഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് mu ഈക്വൽ ടു 16.2 ആൻഡ് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു 1.5625. Find the probabilities that it will take on the values greater than 16.8, less than 14.9, between 13.6 and 18.8, between 16.5 and 16.7. ഈ ഒരു പ്രോബബിലിറ്റി ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കാം. The given distribution is a normal distribution. Normal distribution ആണ്, എന്തല്ല? സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആക്കി മാറ്റിയതിന് ശേഷമേ നമുക്ക് ടേബിൾ യൂസ് ചെയ്തിട്ട് പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് നിങ്ങൾക്ക് എഴുതി വെക്കാം. X follows a normal distribution with a mu equal to 16.2, mu equal to 16.2 and sigma. നമുക്ക് സിഗ്മയാണ് വേണ്ടത്. അപ്പൊ ഇതിന്റെ റൂട്ട് എടുക്കുക. റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 1.25 എന്നാണ് കിട്ടുക. 1.25 സിഗ്മ. ദിസ് ഇസ് mu and this one is sigma. സിഗ്മ സ്ക്വയർ അല്ല നമ്മൾ യൂസ് ചെയ്യുക, സിഗ്മയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോ നമുക്ക് mu സിഗ്മ കിട്ടിയിട്ടുണ്ട്. Z എന്ന് പറഞ്ഞ വാരിയബിളിലേക്ക്, സ്റ്റാൻഡേർഡ് നോർമലിലേക്ക്, ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സ്റ്റാൻഡേർഡ് നോർമലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ Z is equal to x minus mu by sigma എന്ന് പറയുന്ന കൺവേർഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. അതായത് x minus 16.2 by 1.25 എന്ന് പറഞ്ഞ കൺവേർഷൻ നമ്മൾ ഉപയോഗിക്കും സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആക്കിയിട്ട് മാറ്റാനായിട്ട്. അപ്പൊ ആദ്യത്തെ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് P ഓഫ് x ഗ്രേറ്റർ ദാൻ 16.8. എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 16.8 എന്നുള്ള പ്രോബബിലിറ്റി ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എക്സിനെ എന്തിലേക്ക് മാറ്റണം? സെറ്റിലേക്ക് മാറ്റണം. ദിസ് ഇസ് ഈക്വൽ ടു P ഓഫ് x മൈനസ് mu ബൈ സിഗ്മ ഗ്രേറ്റർ ദാൻ 16.8 മൈനസ് mu പറഞ്ഞ എന്താ? 16.2 by sigma 1.25. That is equal to P of, ഇതിനെയാണ് നമ്മൾ Z എന്ന് പറയാ, Z greater than. ഈ വാല്യൂ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 0.48 എന്നാണ്. 0.48. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് Z ഗ്രേറ്റർ ദാൻ 0.48 ആണ്. അപ്പൊ നമുക്ക് ആ ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. ഇവിടെ ബെൽ ഷേപ്പ് കർവ്, ഇവിടെയാണ് 0.48 വരിക. ആ 0.48നേക്കാളും വലിയ പ്രോബബിലിറ്റീസ് ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് റീജിയൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? നമുക്കറിയാം ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 0.5 ആണ്. അതിൽ നിന്ന് ഈ ഒരു ഏരിയ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. ദിസ് ഇസ് ഈക്വൽ ടു 0.5 മൈനസ് P ഓഫ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ 0.48. ദാറ്റ് ഇസ് ഈക്വൽ ടു 0.5 മൈനസ് 0.48ന്റെ വാല്യൂ നമ്മൾ ടേബിൾ നോക്കി കണ്ടുപിടിക്കുക. 0.48ന്റെ വാല്യൂ നമ്മൾ ടേബിൾ നോക്കി കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുക 0.1844 എന്നാണ്. 0.1844 എന്നാണ് കിട്ടുക. ആൻഡ് ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 0.3156.
ഇതാണ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 16.8 എന്ന് പറയുന്നത് 0.3156. ഓക്കെ, ഇനി ലെസ് ദാൻ 14.9 ആണ് നമ്മൾ അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനില് ബി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനകത്ത് പറയുന്ന പി ഓഫ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 14.9. ഇതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ ആക്കി മാറ്റാം. പി ഓഫ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ലെസ് ദാൻ 14.9 minus 16.2 by 1.25. That is P of Z less than minus 1.04 എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ടേബിൾ മീൻസ് ആ ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. ഫിഗർ വരയ്ക്കുമ്പോൾ നെഗറ്റീവ് വാല്യൂ ആണ്, നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ Z equal to 0, ഇവിടെയാണ് മൈനസ് 1.04 എന്ന് വിചാരിക്കാം. ആൻഡ് Z ഇതിനേക്കാളും താഴെ വരുന്ന പ്രോബിലിറ്റി. അപ്പൊ ഇത്രയും പ്രോബിലിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം നമ്മള്? ഈ ടോട്ടൽ പ്രോബിലിറ്റി ആയിട്ടുള്ള 0.5 ഇത് 0.5 ആണല്ലോ. ആ 0.5 നിന്ന് ഇത്രയും പ്രോബിലിറ്റി സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 മൈനസ് പി ഓഫ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ 1.04. ഇവിടെ മൈനസ് എടുക്കാത്തതിന്റെ കാരണം ഞാൻ പിന്നെയും പറയുകയാണ്. ഇതുവരെയുള്ള ഏരിയ എന്ന് പറയുന്നത് ഇതുവരെയുള്ള ഏരിയ രണ്ടും ഈക്വൽ ആണ്. അപ്പൊ 1.04 വരെയുള്ള ഏരിയ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചാൽ കിട്ടുന്നത് തന്നെയാണ് ഇതും ഉണ്ടാവുക. അപ്പൊ പോസിറ്റീവ് ഏരിയ ആണ് നമ്മൾ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. 0.5 മൈനസ് നമുക്ക് കിട്ടുന്ന വാല്യൂ 0.3508 എന്നാണ് കിട്ടുക. 0.3508 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.1492 എന്ന് പറയുന്ന ഏരിയ ആയിരിക്കും. അതാണ് 0.4 എക്സ് ലെസ് ദാൻ 14.9ന്റെ പ്രോബിലിറ്റി വരിക 0.1492. ക്ലിയർ? ഇനി ബിറ്റ്വീൻ 13.6 ആൻഡ് 18.8 അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോക്കൂ നിങ്ങൾ. സി പ്രോബിലിറ്റി ഓഫ് 13.6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 18.8. നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്ത് മാറ്റിയാൽ 13.6 മൈനസ് 16.2 ബൈ 1.25 ലെസ് ദാൻ എക്സിനെ മാറ്റുമ്പോൾ അത് Z ആയിട്ട് മാറും. ലെസ് ദാൻ 18.8 മൈനസ് 16.2 ബൈ 1.25. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് മൈനസ് പി ഓഫ് പ്രോബിലിറ്റി ഓഫ് മൈനസ് 2.08 ലെസ് ദാൻ Z ലെസ് ദാൻ 2.08. രണ്ടും ഒരേ വാല്യൂ ആണ് കിട്ടുന്നത് അല്ലെ. അപ്പോ ഇതിലൊരു സൗകര്യം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ നോക്കി നോക്കൂ. ഇവിടെയാണ് മൈനസ് 2.08, ഇവിടെയാണ് പ്ലസ് 2.08 വരിക. ഈ രണ്ട് ഏരിയയും സെയിം ആണല്ലോ. ഇവിടെ നിങ്ങളുടെ ഏരിയ സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 into P of 0 less than Z less than 2.08 എടുത്താൽ മതി അല്ലെ. 2.08 നമ്മുടെ ടേബിൾ നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ടേബിൾ നോക്കി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.4812 എന്നാണ്. 2 into 0.4812 ഫൈനൽ ആൻസർ വരുന്നത് 0.9624 എന്ന് പറഞ്ഞ വാല്യൂ ആണ് നിങ്ങൾക്ക് ഇതിന്റെ പ്രോബിലിറ്റി കിട്ടുക. അപ്പൊ ഈ ഒരു കേസ് നിങ്ങൾ ശ്രദ്ധിക്കുക. സെയിം വാല്യൂ ആയതുകൊണ്ടാണ് നമ്മൾ 0 to 2.08 എടുത്തിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുത്തത്. അതല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 16.5 ആൻഡ് 16.7 ആണ്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. P of 16.5 less than x less than 16.7 സെറ്റിലേക്ക് മാറ്റുമ്പോൾ 16.5 minus 16.2 by 1.25 less than z less than 16.7 minus 16.2 by 1.25. Okay, simplify ചെയ്യാം. Simplify ചെയ്ത് കഴിഞ്ഞാൽ you will get the probability as probability of 0.24 less than z less than 0.4 meter. Okay, അപ്പോ 0.24 മുതൽ 0.4 വരെയുള്ള ഏരിയ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഫിഗർ അടിച്ച് എങ്ങനെ കിട്ടും? 0.24 0.4. ഈ ഒരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വലിയ ഏരിയ മൈനസ് ചെറിയ ഏരിയ അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0 ലെസ് ദാൻ z ലെസ് ദാൻ 0.4 മൈനസ് p ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 0.24. ഏരിയ സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4 വരെയുള്ള ഏരിയ എന്ന് പറയുമ്പോൾ 0.1554 ആണ് വരിക. മൈനസ് 0.24 വരെയുള്ള ഏരിയ എന്ന് പറയുമ്പോൾ 0.0948 എന്ന് കിട്ടും. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0.0606 എന്ന് വരും. ഇതാണ് ആ ഒരു ഏരിയ കിട്ടുക.
മീൻസ് പ്രോബബിലിറ്റി കിട്ടുക. ഓക്കെ, അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് ആക്കി മാറ്റിയത് ശേഷമാണ് നിങ്ങൾ ടേബിൾ യൂസ് ചെയ്തിട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടേബിൾ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കേസാണ്. അത് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് Z alpha be such that the probability is alpha that it will be exceed by a random variable having a standard distribution that is എന്ന് വെച്ചാല് എന്താണ് ആൽഫ എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി ആണ്. ആ പ്രോബബിലിറ്റി എന്തിന്റെ പ്രോബബിലിറ്റി ആണ്? Z ആൽഫയുടെ പ്രോബബിലിറ്റി ആണ്. ദാറ്റ് ഈസ് P of Z greater than Z ആൽഫ ആണ് എന്ത് വരിക? ആൽഫ എന്ന് വരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയിന്റ് Z 0.005 Z 0.025 കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. P of Z greater than Z ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ആൽഫയാണ്. അതായത് നിങ്ങൾ ഇങ്ങനെ ടേബിൾ മീൻസ് ഈ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഈ ഫിഗറിൽ സപ്പോസ് ഇവിടെയാണ് Z ആൽഫ വരുന്നതെങ്കിൽ ഈ കാണുന്ന ഏരിയ Z greater than Z ആൽഫയാണ് എന്ന് വരിക? ആൽഫ എന്ന് വരിക. ഓക്കെ, അതാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 0.005ന്റെ വാല്യൂ എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് P of Z greater than Z 0.005 ആണ് എന്ത്? 0.005. നിങ്ങൾ ഈ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സെറ്റിന്റെ വാല്യൂ ആണ്. ഈ സെറ്റിന്റെ വാല്യൂ ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫോർ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ Z greater than Z ആൽഫ ആണല്ലോ. അപ്പൊ നമുക്ക് തന്നിട്ടില്ലേ? നോക്കി നോക്കൂ നിങ്ങൾ, ഇതാണ് ഇപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. Z 0.005 ആണ് തന്നിട്ടുള്ളത്. ഈ ഒരു ഏരിയ ആണ് എത്രയെന്ന് പറയുന്നത്? 0.05 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ടേബിൾ വെച്ച് നമുക്ക് തന്നെ തിരിക്കാം, റിവേഴ്സ് ചെയ്യിക്കാം. എങ്ങനെ? P of 0 less than Z less than Z 0.005 ഈക്വൽ ടു ടോട്ടൽ ഏരിയ ആയിട്ടുള്ള 0.5 ഈ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ പോരെ? 0.5 മൈനസ് 0.005 എന്ന് വരും. ഇത് എത്രയാണ് വാല്യൂ കിട്ടുക നമുക്ക്? ഇതിന്റെ വാല്യൂ കിട്ടുന്നത് 0.495 എന്നാണ്. 0.495 കിട്ടും. അപ്പൊ ഈ 0.495 വരുന്ന വാല്യൂ അതാണ് ഏരിയ. 0.495 എന്നാണ് പ്രോബബിലിറ്റി വരിക. ആ പ്രോബബിലിറ്റി വരുന്ന സെറ്റിന്റെ വാല്യൂ ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. സെറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇത് ടേബിളിൽ നോക്കിയാൽ മതി. നിങ്ങൾ 0.495 എക്സാക്ട്ലി വേണമെന്നില്ല, അപ്രോക്സിമേറ്റ് നോക്കിയാൽ മതി. 0.4936 ഒക്കെ വരുന്നുണ്ട്. 0.4945 0.4951 0.4949 വരുന്നുണ്ട്. 0.4951 വരുന്നുണ്ട്. അപ്പോ 2.57 ആണ് എടുത്തിട്ടില്ല. 2.49 വരുന്നത്. 0.49 വരുന്നുണ്ട്. Z 0.005ന്റെ വാല്യൂ ആയിട്ട് എടുത്തിട്ടുള്ളത് 2.57 ആണ്. തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ Z greater than Z 0.025 is equal to 0.025. നമുക്ക് നേരെ തിരിച്ചെഴുതാം. 0 less than Z less than Z 0.025 that is equal to 0.5 minus 0.025 that is equal to വാല്യൂ കിട്ടുന്നത് 0.475 എന്നാണ്. ഫ്രം ടേബിൾ നമുക്ക് എന്തെടുക്കാം? ഈ ഒരു വാല്യൂ ഫ്രം ടേബിൾ Z of 0.025 is equal to 1.96 എന്ന് കിട്ടും. അപ്പൊ ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക് ആണ്. ബിടെക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ടോപ്പിക്കുകൾ അറിയാൻ വേണ്ടി നിങ്ങൾ പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്യുക. പ്ലേലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ടോപ്പിക്കുകൾ അനുസരിച്ച് കണ്ട് പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.